ഹലോ മൈ ഡിയേഴ്സ്, നമുക്ക് ന്യാസിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നോക്കാവുന്ന. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാരോട് പറയാനുള്ളത് നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കാൻ പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചോദ്യങ്ങളൊക്കെ വായിക്കാൻ പറ്റുള്ളൂ അല്ലേ. അവിടെ നിൽക്കുന്ന ടീച്ചർ ചിലപ്പോൾ വായിച്ചു തരണോ എന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ തന്നെ വായിച്ച് എഴുതേണ്ടി വരും. നമ്മൾ നന്നായിട്ട് വായിക്കാൻ പഠിക്കേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു പാസേജ്, ഒരു സ്റ്റോറിയോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടാവും. അത് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാവും. ക്വസ്റ്റ്യൻ ഇതാണ്: നോ വൺ പ്ലേസ് വിത്ത് മീ. ആരും എൻ്റെ കൂടെ കളിക്കുന്നില്ല. ദർ വാസ് സ്റ്റിൽ ടൈം ഫോർ ദ സ്കൂൾ ടു ഗെറ്റ് ഓവർ. സ്കൂൾ വിടാൻ ഇനിയും സമയം ബാക്കിയുണ്ട്. ഓൾ ദ ചിൽഡ്രൻ വർ പ്ലേയിങ്. എല്ലാ കുട്ടികളും കളിക്കുകയായിരുന്നു. എ ബോയ് നെയ്മഡ് രാജു ഓൾസോ വെൻറ്റ് ടു പ്ലേ വിത്ത് ദം. രാജു എന്ന പേരുള്ളൊരു കുട്ടിയും അവരുടെ കൂടെ എന്ത് ചെയ്തു, കളിക്കാൻ പോയി. ബട്ട് നോ വൺ പ്ലേഡ് വിത്ത് ഹിം. ബട്ട് ആരും അവൻ്റെ കൂടെ എന്ത് ചെയ്തില്ല, കളിച്ചില്ല. ഹീ ഫെൽറ്റ് ബാഡ് അബൌട്ട് ഇറ്റ്. അവനതിൽ സങ്കടം തോന്നി. ഇൻ എ ഷോർട്ട് വൈൽ ദ ബെൽ റാങ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബെല്ലടിച്ചു. ഓൾ ദ ചിൽഡ്രൻ വെൻ ഹോം. എല്ലാ കുട്ടികളും വെൻ ഹോം, വീട്ടിൽ പോയി. രാജു ഓൾസോ കെയിം ഹോം. രാജുവും വീട്ടിലേക്ക് വന്നു. ഹീ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് ഡൂയിങ് എനിത്തിങ്. അവനൊന്നും ചെയ്യാൻ തോന്നിയില്ല. ഹിസ് മദർ ആസ്ക്ഡ് ഹിം. അവൻ്റെ അമ്മ ചോദിച്ചു, വൈ ആർ യു സോ സാഡ്? എന്താ ഇത്ര സങ്കടം? ഹീ സെഡ്. അവൻ പറഞ്ഞു, നോ വൺ പ്ലേസ് വിത്ത് മീ മമ്മി. ആരും എൻ്റെ കൂടെ കളിക്കുന്നില്ല. മദർ സെഡ്, ഡോണ്ട് ബി സാഡ്. അമ്മ പറഞ്ഞു, നീ സങ്കടപ്പെടല്ല. ടുമാറോ ആസ്ക് യുവർ ഫ്രണ്ട്സ് ടു ലെറ്റ് യു പ്ലേ വിത്ത് ദം. സങ്കടപ്പെടേണ്ട, നാളെ നീ നിൻ്റെ കൂട്ടുകാരോട് നിന്നെ കൂടെ കൂട്ടാൻ പറയണം. ഡേ രാജു വെൻറ്റ് ടു സ്കൂൾ. പിറ്റേ ദിവസം രാജു സ്കൂളിൽ പോയി. ആൻഡ് ടോൾഡ് ഹിസ് ഫ്രണ്ട്സ്. അവൻ്റെ ഫ്രണ്ട്സിനോട് എന്ത് പറഞ്ഞു? ഐ ഓൾസോ വാണ്ട് ടു പ്ലേ വിത്ത് യു ഓൾ ഓഫ് യു. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെ കൂടെയും കളിക്കണം. ഹിസ് ഫ്രണ്ട്സ് ഹെൽഡ് ഹിസ് ഹാൻഡ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് എന്ത് ചെയ്തു, അവനെ കൈ പിടിച്ചു. ആൻഡ് ടുക്ക് ഹിം ടു ദ പ്ലേ ഗ്രൗണ്ട്. അവനെ പ്ലേ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി. ഹി ഓൾസോ സ്റ്റാർട്ടഡ് പ്ലേയിങ് വിത്ത് ദം. അവനും അവരുടെ കൂടെ കളിച്ചു. ഹി വാസ് വെരി ഹാപ്പി ദാറ്റ് ഡേ. ആ ദിവസം അവനും നല്ല സന്തോഷമായിരുന്നു. സോ ഇതാണ് ക്വസ്റ്റ്യൻ. വിത്ത് ഹോം ദ ചിൽഡ്രൻ വർ നോട്ട് പ്ലേയിങ്. ഇതിൽ ആരുടെ കൂടെ? വിത്ത് ഹോം ദ ചിൽഡ്രൻ വർ നോട്ട് എന്ന് പറഞ്ഞാൽ ഇല്ല, പ്ലേയിങ്, കളിച്ചില്ല. ആരുടെ കൂടെ? വിത്ത് ഹോം, ആരുടെ കൂടെ? ഓപ്ഷൻ എ ഡോൾ, ഓപ്ഷൻ ബി രാജു, ഓപ്ഷൻ സി മദർ, ഓപ്ഷൻ ഡി ചുമ്മുൻ്റെ കൂടെയാണ്. എസ്, ഓപ്ഷൻ ബി രാജു. വെൻ ഡിഡ് ദ ചിൽഡ്രൻ ഗോ ഹോം. എപ്പോഴാണ് കുട്ടികൾ വീട്ടിൽ പോയത്? വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ, ഗോ ഹോം, വീട്ടിൽ പോയി. ഫസ്റ്റ് ഓപ്ഷൻ വെൻ ദെയർ മദർ കോൾഡ്. അമ്മ വിളിച്ചപ്പോൾ. ബി ആഫ്റ്റർ ദ സ്കൂൾ ബെൽ റാങ്. സ്കൂൾ വിട്ടപ്പോൾ. സി ആഫ്റ്റർ ദ ഗെയിം വാസ് ഓവർ. അവരുടെ കളി തീർന്ന ശേഷം. വെൻ ദെയർ ഫ്രണ്ട്സ് ആസ്ക്ഡ് ദം ടു കം. കൂട്ടുകാർ വിളിച്ചപ്പോൾ. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് സ്കൂൾ ബെല്ല് അടിച്ചപ്പോൾ, ഒന്ന് അവരുടെ കളി തീർന്നപ്പോൾ. ഇതിലേതും ആവാം ശരി. നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിൽ പോയി ഒന്ന് നോക്കി നോക്കാം. ഇതാ, ഇൻ എ ഷോർട്ട് വൈൽ ബെൽ റാങ് ഓൾ ദ ചിൽഡ്രൻ ഗോ ഹോം. അപ്പോൾ എപ്പോഴാണ് അവർ കളി തീർന്നിട്ടൊന്നുമില്ല, പക്ഷേ ബെല്ലടിച്ചപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു, വീട്ടിലേക്ക് പോയി. അപ്പോൾ ഏതാ ശരിയായ ഉത്തരം? ബി, ആഫ്റ്റർ ദ ബെൽ റാങ്. ഓക്കെ, യെസ്. തേർഡ് ക്വസ്റ്റ്യൻ. മദർ ഡാഷ് രാജു ആഫ്റ്റർ ലിസണിങ് ടു ഹിസ് പ്രോബ്ലം. മദർ രാജുവിനെ എന്ത് ചെയ്തു? അവൻ്റെ പ്രോബ്ലംസ് ലിസൺ ചെയ്ത ശേഷം. എ പണിഷ്ഡ്, ബി അഡ്വൈസ്ഡ്, സി ലവ്ഡ്, ഡി പ്രൈസ്ഡ്. പണിഷ് എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുക, അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക, നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറയുക. സി ലവ്ഡ്, അവനെ സ്നേഹിച്ചു. ഡി പ്രൈസ്ഡ്, നീ ചെയ്തത് നന്നായി എന്ന് പറഞ്ഞു. അപ്പോൾ ബി ആണല്ലേ, നീ കുട്ടികളോട് നിന്നെ കളിക്കാൻ കൂട്ടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബി അഡ്വൈസ്ഡ് ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വൈ ഡിഡ് രാജുസ് ഫ്രണ്ട്സ് ഹോൾഡ് ഹിസ് ഹാൻഡ്സ് ആൻഡ് ടേക്ക് ഹിം അലോങ്. വൈ, എന്തിനാണ് ഡിഡ് രാജുസ് ഫ്രണ്ട്സ് ഹോൾഡ് ഹിസ് ഹാൻഡ്, എന്തിനാണ് രാജുവിൻ്റെ ഫ്രണ്ട്സ് അവൻ്റെ കൈ പിടിച്ചത്? ആൻഡ് ടേക്ക് ഹിം അലോങ്, അവനെ കൂടെ കൂട്ടി കൊണ്ടുപോയത്? എ ടു പ്ലേ വിത്ത് ഹിം, ബി ടു സെൻഡ് ഹിം away from the school, C to make him study, D to take him to the teacher. അപ്പോൾ ഇതിലേതാ റൈറ്റ് ആൻസർ? അവനെ കളിക്കാൻ കൂട്ടാനല്ലേ, ടു പ്ലേ വിത്ത് ഹിം. സ്കൂളിൽ നിന്ന് അയക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ടീച്ചറുടെ അടുത്ത് കൊണ്ടുപോകാനോ ഒന്നുമല്ല. സോ എ ടു പ്ലേ വിത്ത് ഹിം, അതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഹി വാസ് വെരി ഹാപ്പി ദാറ്റ് ഡേ. അപ്പോൾ ഇവിടെ ഹാപ്പിക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇൻ ദ എബവ് സെൻറ്റൻസ് വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് അണ്ടർലൈൻഡ് വേർഡ്. ഈ മുകളിലുള്ളതിൽ ഈ അണ്ടർലൈൻ ചെയ്ത വേർഡിൻ്റെ ഓപ്പോസിറ്റ് കണ്ടെത്തണം. എ ഡള്ള്,
ബി ഗ്ലാഡ്, സി ആംഗ്രി, ഡി സാഡ്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചതാണ്. ഹാപ്പിയുടെ ഓപ്പോസിറ്റ് എന്താ? സാഡ് അല്ലേ? അപ്പോൾ ഉത്തരം ഡി. അടുത്തത് നിങ്ങൾക്കൊരു സ്റ്റോറിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റോറി നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ചിട്ട് താഴെ കൊടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തണം. തേഴ്സ്റ്റി സ്പാരോ, ദാഹിച്ച കുരുവി. സ്പാരോ വാസ് വെരി തേഴ്സ്റ്റി, ഒരു കുരുവിക്ക് നല്ല ദാഹമായിരുന്നു. ഷീ സോ എ ടാപ്പ് നിയർ എ വാൾ, അവൾ വാളിൻ്റെ അടുത്ത്, വാൾ എന്ന് പറഞ്ഞാൽ ചുമര്, മതിലിൻ്റെ അടുത്ത് എന്ത് കണ്ടു? ഒരു ടാപ്പ് കണ്ടു, വെള്ളം കുടിക്കുന്ന പൈപ്പ്. ഷീ വെൻ നിയർ ദ ടാപ്പ്, അവൾ ടാപ്പിൻ്റെ അടുത്ത് പോയി. ബട്ട് ദർ വാസ് നോ വാട്ടർ ഇൻ ഇറ്റ്, അതിലൊരു തുള്ളി വെള്ളമില്ല. ദ സ്പാരോ സ്റ്റാർട്ടഡ് സെർച്ചിങ് ഫോർ വാട്ടർ, സ്പാരോ എല്ലായിടത്തും വെള്ളം ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ദർ വാസ് നോ ട്രേസ് ഓഫ് വാട്ടർ എനിവർ, എവിടെയും ഒരു തുള്ളി വെള്ളത്തിൻ്റെ ലക്ഷണം പോലും ഇല്ല. ഷീ വാസ് ടയേർഡ്, അവൾക്ക് ഭയങ്കര ക്ഷീണമായി. സോ ഷീ സാറ്റ് ഓൺ എ ബ്രാഞ്ച് ഓഫ് എ ട്രീ, അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? ഒരു മരക്കൊമ്പ് പോയിരുന്നു. സഡൻലി ഷീ സോ എ ഗേൾ ഹോൾഡിങ്, പെട്ടെന്ന് അവൾ എന്ത് കണ്ടു? ഒരു പെൺകുട്ടി എന്തോ പിടിച്ചിട്ട്, എന്താ പിടിച്ചിട്ട്? എ പോട്ട് ഫുൾ ഓഫ് വാട്ടർ, ഒരു പാത്രം നിറയെ വെള്ളം. ഇവിടെ ഇൻ ഹർ ഹാൻഡ്, അവളുടെ കയ്യിൽ. ഷീ പോർഡ് വാട്ടർ ഇൻ ടു എ ബൗൾ കെപ്റ്റ് അണ്ടർ ദ ട്രീ, അവൾ എന്ത് ചെയ്തു? ആ വെള്ളം ഒരു മരത്തിൻ്റെ താഴെ വെച്ച പാത്രത്തിലേക്ക്, പോട്ടിലേക്ക് എന്ത് ചെയ്തു? ബൗളിലേക്ക് ഒഴിച്ചു. അറ്റ് വൺസ് ദ സ്പാരോ ഫ്ലൂ ഡൗൺ, ആ സമയത്ത് തന്നെ എന്ത് ചെയ്തു? നമ്മുടെ സ്പാരോ താഴോട്ട് വന്നിട്ട് ഡ്രാങ്ക് ദ വാട്ടർ, വെള്ളം കുടിച്ചു. സോ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദിസ് സ്റ്റോറി അബൌട്ട്, ഈ കഥ എന്തിനെ കുറിച്ചാണ്? എ ഗേൾ, ബി എ ക്രോ, സി എ സ്പാരോ, ഡി എ സ്ക്വിറൽ. ഇതിലേതാ റൈറ്റ് ആൻസർ? ആരെക്കുറിച്ചാണ്? ഒരു കുരുവിയെക്കുറിച്ച് അല്ലേ? സി എ സ്പാരോ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്റ്റർ സെർച്ചിങ് ഫോർ വാട്ടർ വേർ ഡിഡ് ദ ടയേർഡ് സ്പാരോ സിറ്റ്, വെള്ളം സെർച്ച് ചെയ്ത ശേഷം എവിടെയാണ് നമ്മുടെ ടയേർഡ് സ്പാരോ ഇരുന്നത്? എ ഓൺ എ മഗ്, ബി ഓൺ ദ വാൾ, സി ഓൺ എ ടാപ്പ്, ഡി ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു സംശയം നമുക്ക് വന്നു വിചാരിക്കുക, എനിക്കൊരു സംശയം വന്നു, വാളാണോ ട്രീ ആണോ? അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇതൊന്നും കൂടെ വായിക്കുക, എന്നിട്ട് നോക്കുക. ഷീ വാസ് ടയേർഡ്, ഷീ സാറ്റ് ഓൺ എ ബ്രാഞ്ച് ഓഫ് എ ട്രീ. അപ്പോൾ നമുക്ക് എന്താണ്? ട്രീ എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ നമ്പർ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? വീണ്ടും ആ കഥാഭാഗം ഒന്നും കൂടെ വായിച്ച് നോക്കുക, 1, 2, 3 പ്രാവശ്യം നോക്കുക, എന്നിട്ട് മാത്രം ഉത്തരം സെലക്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് സ്പാരോ സെർച്ചിങ് ഫോർ, എന്തിനാണ് കുരുവി സെർച്ച് ചെയ്യുന്നത്? എ ഫുഡ്, ബി വാട്ടർ, സി ഗേൾ, ഡി മഗ്. ഏതാ കറക്റ്റ്? യെസ്, ബി വാട്ടർ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പാരോ സോ ഡാഷ് നിയർ എ വാൾ, എന്താണ് സ്പാരോ വാളിൻ്റെ അടുത്ത് കണ്ടത്? എ ട്രീ, എ ടാപ്പ്, എ പോട്ട്, എ ബൗൾ. ഏതാ റൈറ്റ്? യെസ്, എ ടാപ്പ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്തത്, ദ ഗേൾ പോർഡ് വാട്ടർ ഇൻ ടു എ ബൗൾ കെപ്റ്റ് അണ്ടർ ദ ഡാഷ്, ഗേൾ എന്ത് ചെയ്തു? വെള്ളം ഒഴിച്ചു, ഇവിടെ ഒരു പാത്രത്തിൽ ഒഴിച്ചു അല്ലേ? അത് ആ പാത്രം എവിടെയായിരുന്നു? അണ്ടർ ദ ട്രീ ആണോ, അണ്ടർ ദ പ്ലാന്റ് ആണോ, അണ്ടർ ദ ടാപ്പാണോ, റൂഫാണോ? ഇവിടെ ഒരു ഡൗട്ട്, ടാപ്പാണോ ട്രീ ആണോ? എന്ത് ചെയ്യുക? വീണ്ടും നമ്മുടെ പാസേജിലേക്ക് പോവുക, എന്നിട്ട് അവിടെ നോക്കുക. ഷീ പോർഡ് വാട്ടർ ഇൻ ടു എ ബൗൾ കെപ്റ്റ് അണ്ടർ ദ ട്രീ, അപ്പോൾ അണ്ടർ ദ ട്രീ ആണ് റൈറ്റ് ആൻസർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ നോക്ക്. യെസ്, അണ്ടർ ദ ട്രീ. അപ്പോൾ ഓപ്ഷൻ നമ്പർ എ ആണ് റൈറ്റ് ആൻസർ അല്ലേ? യെസ്. Okay, see you in the next video. Till then, bye bye and take care.